ഇപ്പോൾ പരാതിക്കാരിയുടെ ഭർത്താവായ മുരളി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മുരളി, 1.5 വർഷത്തോളമാണല്ലോ സുനിതയ്ക്ക് ചികിത്സ നിഷേധിക്കുന്നത്. എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാണ് ഇവർ ഇത്തരത്തിൽ ഈ കാണേണ്ടുന്ന തീയതി ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ട് പോയത്? അത് നമ്മള് ആ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ചെല്ലാൻ തുടങ്ങിയിട്ട് 1.5 വർഷക്കാലമായി. അപ്പൊ ഇതിനിടയ്ക്ക് വെച്ച് അവര് പരിശോധനയിൽ കൂടെ 1-2 ലേസറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ലേസറൊക്കെ ചെയ്തിട്ട് പറഞ്ഞ് അത് കണ്ണില് ഇങ്ങനെ റെറ്റിനയ്ക്ക് മറവായിട്ട് വരുന്ന വെയിന് നരമ്പ് വരുന്നുണ്ട്, അതിലേക്ക് ബ്ലഡ് ക്ലോട്ടിംഗ് ആയി കിടക്കുകയാണ്, അത് മാറ്റണം. അത് മാറ്റണമെങ്കിൽ ശസ്ത്രക്രിയ ചെയ്യണമെന്ന് പറഞ്ഞു. അതിപ്പോ ശസ്ത്രക്രിയ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 8 മാസമായി. 8 മാസമായിട്ട് നമുക്ക് ശസ്ത്രക്രിയ ചെയ്യാനുള്ള ഡേറ്റ് തന്നിരുന്നു. എന്നിട്ട് നമുക്ക് ഓപ്പറേഷന് വേണ്ടി വിളിക്കുന്നത് വീണ്ടും 3 മാസം കഴിഞ്ഞതിന് ശേഷം, 4 മാസത്തോളമായി. അതിന് ശേഷമാണ് വീണ്ടും ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ അല്ല കണ്ണാശുപത്രിയിൽ വരണം, ഇന്ന ഡേറ്റിൽ വരണം, നമുക്ക് ആ ഓപ്പറേഷൻ ചെയ്യാനാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞു. വീണ്ടും 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ച് പറഞ്ഞു അത് മെഷീൻ കംപ്ലൈന്റ് ആണ്, അത് ഇനിയൊരു അറിയിപ്പുണ്ടായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വീണ്ടും കാത്തിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഇപ്പോഴും വീണ്ടും 3 മാസം വരെ ആയി. ഇതുവരെയും ഒരു അറിയിപ്പുമില്ല. അങ്ങനെയാണ് ഞങ്ങൾ കണ്ണാശുപത്രിയിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ചെന്നത്. ഇന്നലെ ഞങ്ങൾ അവിടെ പോയിരുന്നു. അവിടെ ചെന്ന് ഞങ്ങൾ OP ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി ഡോക്ടർ മുന്നിൽ ചെന്ന് അവൾ സംസാരിച്ചു. അപ്പോൾ ഡോക്ടർ കൂടെ ഇരിക്കുന്നവർ പറഞ്ഞ് അത് മെഷീന്റെ കംപ്ലൈന്റ് ആണ് പ്രശ്നം, മെഷീൻ ഇതുവരെ ശരിയായിട്ടില്ല, മാത്രമല്ല സൂപ്രണ്ടാണ് അത് ചെയ്യണത്, സൂപ്രണ്ടിന്റെ ഫയലാണ് അത്, സൂപ്രണ്ടിന്റെ മേശപ്പുറത്തിരിക്കുന്ന ഫയലാണ്, അതിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാക്കൂല, അങ്ങനെ വേറൊരു ഡോക്ടർക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യാനൊന്നും പറ്റൂല എന്നാണ് അവളോട് പറഞ്ഞത്. അപ്പൊ അതൊക്കെ കേട്ടിട്ടാണ് നമ്മൾ വന്ന് ഇങ്ങനെ ജനൻ TV റിപ്പോർട്ടറെ നമ്മൾ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പൊ അത് മറ്റുള്ളവർ അറിയണ്ടേ, ജനങ്ങൾ അറിയണ്ടേ, അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ വിളിച്ച് പറഞ്ഞത്. അതെ, അത് മാത്രമല്ല ശ്രീ മുരളി, ഈ ഇത്തരത്തിൽ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതനുസരിച്ച് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും സുനിത അനുഭവിക്കുകയല്ലേ? കണ്ണിൽ ഉൾപ്പെടെ വലിയ വേദനയും അല്ലെങ്കിൽ ആ കാഴ്ചശക്തിക്ക് തന്നെ തകരാറിലാകുന്ന ഒരു എത്തിക്കൊണ്ടിരിക്കുകയല്ലേ? ഈ വിവരം കൂടി ആശുപത്രി അധികൃതരെ ധരിപ്പിച്ചിരുന്നോ നിങ്ങൾ? നമ്മൾ ചെല്ലുന്ന സമയത്ത് അവർക്ക് ഇടത് കണ്ണിന് കുറച്ചൊക്കെ കാഴ്ച ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും മങ്ങി വരെയല്ലേ. ഇപ്പൊ ആ ഇടത് കണ്ണിലെ കാഴ്ച പൂർണ്ണമായിട്ടും അവൾ ഇങ്ങനെ ചെന്നപ്പോഴും ഡോക്ടറെ അടുത്ത് പറഞ്ഞു എനിക്കിപ്പോ ഇടത് കണ്ണ് പൂർണ്ണമായിട്ട് കാണാൻ പാകില്ല, ഇതിങ്ങനെ ഇനി നീട്ടിക്കൊണ്ട് പോയാൽ ഇനി ഓപ്പറേഷൻ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ ഡോക്ടറെ എന്ന് വരെ അവള് ചോദിച്ചതാണ്. അപ്പോഴും അവര് പറഞ്ഞ ഇതാണ് മെഷീൻ കംപ്ലൈന്റ് ആണ്, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ കേട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളെ റിപ്പോർട്ടറെ വിളിച്ച് പറഞ്ഞത് ഇതിങ്ങനെയാണ് സംഭവം. ഒരു സർക്കാർ ആശുപത്രിയിൽ ഇത്തരത്തിലുള്ള അഴിമതികളാണ്, ഒരു മെഷീൻ കംപ്ലൈന്റ് ആയിട്ട് ഇത്രയും മാസമായിട്ട് അത് നന്നാക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി നടപടിയെടുക്കുകയോ ചെയ്തില്ല. അപ്പൊ സൂപ്രണ്ട് അവർക്കൊന്നും ഇതിനെക്കുറിച്ച് ഒരു ഉത്തരവാദിത്വം ഇല്ല. അവർ രാവിലെ കാറിൽ വരിക, AC കാറിൽ വരിക, മോളിൽ പോയിരിക്കുക, AC റൂമിൽ ഇരിക്കുക, അവർക്ക് എന്തൊക്കെ പാവപ്പെട്ടവരുടെ കാര്യം നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിപ്പോ കണ്ണാശുപത്രി വരുന്ന പൊതുവെ ഉള്ള ഞാൻ അന്വേഷിച്ചപ്പോൾ മിക്കവാറുള്ള രോഗികൾ കുറച്ച് ദിവസം ഇവരെ കൂടെ ഇങ്ങനെ വന്ന് നിന്ന് ഓപ്പറേഷൻ ഡേറ്റ് ഇടും, അവസാനം ഏതെങ്കിലും പ്രൈവറ്റ് ആശുപത്രിക്ക് പോകും. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവര് ചെയ്യൽ വളരെ കുറവാണ്. അപ്പൊ അവര് ഇതിങ്ങനെ നീട്ടി കൊണ്ടുപോകണം, എവരെവിടെയെങ്കിലും പോകണം ചെയ്യട്ട് എന്നുള്ള മട്ടിലായിരിക്കാം എന്നാണ് എനിക്ക് തോന്നണം. അല്ല ഇപ്പൊ വേറെ എന്തിനാണ്? അപ്പൊ അവർക്ക് അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവളെ പൂർണ്ണമായ ആ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ആ കണ്ണിന് ഇപ്പൊ അത് ഓപ്പറേഷൻ ചെയ്താൽ തന്നെ ശരിയാവുമെന്ന് ഒരു എന്നുള്ള കാര്യം ചെയ്ത് നോക്കിയിട്ട് തന്നെ അറിയാം. അങ്ങനെ ഇരിക്കുകയാണ്. അതെ, വളരെ നന്ദി ശ്രീ മുരളി പ്രതികരിച്ചതിന്.